അപ്പം ഞങ്ങളെ 12 മണി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി നമ്മൾ 8 മണിക്ക് ബസ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ടൈം എത്ര കൂട്ടാ ടൈം എത്ര 8 മണി. അപ്പോൾ കറക്റ്റ് 12 മണിക്ക് യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ചെറിയ സീൻ വെച്ചാൽ ഞങ്ങൾ ട്രാവൽസിൽ കാറെ ഇപ്പോൾ വിളിച്ചില്ല. വിളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞത്. വേറൊരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ വലിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പറയാനില്ല. ഇപ്പോൾ ഇവിടെ 0° ഒന്നും പറ്റുന്നില്ല. കുറച്ച് മേലക്കൊരു മൈനസ് ആവും. കാണിച്ചാൽ ഗൈസ്. അപ്പോൾ ഫുൾ കാണിച്ചാൽ എന്നാ ഇവന്മാരെ വിചാരത് മൂന്നാറാണ്. ഇവിടെ റേഞ്ചില്ലാന്നൊക്കെ. ഇവിടെ കിടിലൻ റേഞ്ചാണ്. എൻ്റെ പുല്ലോ റേഞ്ചിനൊക്കെ ഫുൾ സ്പീഡ് ഇവിടെ. ഇവിടെ പിന്നെ കുറേ ആൾക്കാരുണ്ട്. താഴൊക്കെ കുറേ ആൾക്കാർ ഫുൾ ആൾക്കാർ. ഇവിടെ ജെഫ്രി സാം പറ്റില്ല ശരി അതിൻ്റെ ടീമൊക്കെ ഉണ്ട്. നമ്മളും ഇവിടെ മെയിൻ ആയതുകൊണ്ട് നമ്മൾ അത്ര ഇതാക്കില്ല. കണ്ട ജെഫ്രി സാം എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോഴും കിട്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി കിട്ടിയിട്ട് വരാം കേട്ടോ. കാരണം എനിക്ക് ഫോൺ അപ്പോൾ എടുക്കാനില്ല. കാരണം കൈ ഗ്ലൗട്ട് കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. ഓക്കെ വണ്ടി വന്നു. വണ്ടി വന്നു. നമ്മൾ വണ്ടി കയറാൻ പോവാ ഗായ്സ്. അയ്യോ മൂന്ന് പൊട്ടന്മാരെ ബാഗ് എടുത്ത് ബാക്കിലോട്ട് ഇട് ഗായ്സ്. നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. നമ്മൾ കാറിൽ കയറി നമ്മൾ പോവാൻ നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. പയ്യ വന്നിട്ടുണ്ട്, ഡ്രൈവർ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ പുള്ളിന്ന് കാണാ ഇതൊക്കെ ഉണ്ട്. ഏതൊക്കെ സ്ഥലത്തിരിക്കണം അതുകൊണ്ട് ഒന്നും പറയാത്ത. അപ്പൊ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഫോൺ കൈ തണുത്ത് ടച്ച് പോലും ആവുന്നില്ല ഗായ്സ്. കൈ ടച്ച് ആവുന്നത് ഞാൻ അറിയുന്നില്ല. സോ ഗായ്സ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മുടെ റൂമാണിത് ഗായ്സ്. അപ്പം നമ്മൾ റൂമിലെത്തി. പക്ഷേ ഇവിടെ നമ്മൾ ചതിച്ചു ഒരാൾ. ആരാന്നറിയോ? കപ്പലണ്ടി ഒളിപ്പിച്ചു വെച്ചു. ഫുഡ് ഒളിപ്പിച്ചു വെച്ചു. എനിക്ക് വിശപ്പോ കണ്ടോ. ഇവിടെ കെടുക്കുമ്പോ ജാക്കറ്റ് കെടുക്കണം. എന്റെ പൊന്നോ ഇത് മൂന്നാറൊന്നല്ല മച്ചാനെ. നിങ്ങൾ ഇങ്ങോട്ട് വരി. ബാക്കി ഞാൻ ഇൻസ്റ്റയിൽ ഉണ്ട് വീഡിയോ. അപ്പോൾ അവിടെ കാണാം. ഓക്കെ റൂമെന്നൊക്കെ കിടിലൻ സാധനം. വൈബ് അപ്പോ കിടിലം അടിപൊളി വ്യൂ അവിടെ ഉള്ളത്. നമ്മുടെ റൂം നമ്മൾ കാണിച്ചു തന്ന്. ഇനി നമ്മൾ ഇവിടുന്ന് 11 മണിക്ക് നമ്മള് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ പോകും. ലോക്കൽ പ്ലേസ്. അപ്പൊ അതിനാണ് ഇതിലിരുന്നാണ്. ഓക്കെ ബൈ. ഫോണല്ല ഗൈസ്. മഞ്ഞാണ് അവിടെ ഉള്ളത്. മഞ്ഞമല ഇതുപോലെ നല്ല കിടിലം സ്പേസ് തന്നെയാണ്. പക്ഷേ താഴെ നോക്കുമ്പോൾ പോരാണെങ്കിലും മേലോട്ട് നോക്കുമ്പോൾ കിടിലം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മലയാളി ടച്ച് വരുന്നുണ്ട് ഇതിനെല്ലാം. ഏതോ ഒരു മലയാളി ഇവിടെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആവട്ടെ. അതെ നമ്മൾ ഫ്രഷ് ആവട്ടെ. ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഓക്കെ വരാം. അപ്പോൾ ഇവിടെ ഇതില്ല നടക്കാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഫുഡ് തീരുന്ന പറഞ്ഞത്. ഓക്കെ ഫുഡ് കഴിച്ചിട്ട് സ്ഥലം ഫുള്ള് കാണിച്ചു തരാം. നമ്മൾ ഡേ 4 ആണ്. അയ്യോ ഡേ 4 നമ്മള് ട്രിപ്പ് വൈബാക്കാൻ ഗായ്സ്. ഫുഡ് കഴിക്കാൻ തീരാണ്ട് കൂട്ടാൻ തീരാണ്ട് നമ്മുടെ ഗൈഡ് പിന്നെ വന്നിട്ടുള്ളത് എല്ലാവരും ഉണ്ട്. നമ്മളെ ഫുഡ് കഴിക്കണം. ഇതാണ് നമ്മളെ ഫുഡ്. പൂവാക്കണ്ട നമ്മളെ പോവാ മറ്റേ പോവാ. ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളൊക്കെ പറഞ്ഞില്ലേ അതുപോലത്തെ ബാക്കി നമ്മള് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. നമ്മളെ പയ്യ ഉണ്ട് കേട്ടോ. നമ്മള് പയ്യ നമുക്ക് എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. സോ ലുക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെ വന്നു. എന്തൊക്കെ ഇട്ടാലും നമ്മൾ എന്തൊക്കെ പോയി ഡ്രസ് ഇട്ടാലും ഫൈനൽ ലുക്ക് വരുമ്പോ ഈ ഡ്രസ്. ഓക്കെ ഇതൊക്കെ പരാതി ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറ എന്നാ അതൊക്കെ പറയാനുള്ളത്. ശിവ ടെമ്പിളിലേക്ക് പോവാണ്. ബാക്കി വീഡിയോ അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പൊ എല്ലാ ടെമ്പിളുകളും കാണാം. ഓക്കെ ഫുള്ള് കാണിച്ചാൽ ഒന്നും വരുന്നില്ല. ഓക്കെ കടം കൊണ്ട കാറ്റൽ കടിഞ്ഞാണ് കൂടി നറുക്കിട്ട് കൂടി പിറന്ന പാതിരകൾ തിരിഞ്ഞ നാരകങ്ങൾ തിരിഞ്ഞ നാൾ വഴികൾ തിരിഞ്ഞൊരുന്ന കടൽ തിരിഞ്ഞും ബലകം എന്ന. അപ്പോൾ ഇപ്പോൾ ഉള്ളത് HP ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളത്.
വേണ്ട നമുക്കൊരു കുറച്ച് അഡ്വഞ്ചറായിട്ട് ചിന്തിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫോറസ്റ്റിലേക്ക് പോകാൻ എൻ്റെ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജനിനോട്. അപ്പോൾ ശരിയാവും, നോക്കട്ടെ. ഓക്കെ, ഉള്ളത് ഷോൾ ഫാക്ടറി എത്തിയിട്ടുണ്ട്. ഷോൾ വാങ്ങുന്നില്ല. പണ്ട് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചക്രം വരെ അവിടെ ഉണ്ട്, കാണിച്ചു തരാം. ജാൻവി പേടിച്ചു ഓടിയടാ. ഗാന്ധി കളിക്കുന്ന ചക്രം അമ്മമ്മ കളിക്കുന്നു. പോവാ കഴിഞ്ഞാ കാണിച്ചു തരാം. അമ്പലത്ത് വന്നിട്ട് വലിയ തിരക്കാണ്. അപ്പോൾ വലിയ ദൈവമുണ്ട് പള്ളിക്കത്തെ പോലെ ഗുഹയിലേക്ക് കയറാൻ പറ്റും. ഗുഹയിലേക്ക് ഫോട്ടോ കാട്ടുന്നുണ്ട്. ഞാനും എല്ലാവരും ഉണ്ട്. ഫ്രീ ഫുഡ് വേണ്ട. വേറെന്തേലും ഉണ്ടോ? സമയം ഉച്ചായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മളെ വെള്ളച്ചാട്ടം കാണാൻ. അപ്പോൾ മനാലി വന്നിട്ട് വെള്ളച്ചാട്ടം കണ്ടില്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. നിങ്ങളെല്ലാം ചോദിക്കണ്ടോ എന്താ മഞ്ഞില്ലേ. മഞ്ഞിക്ക് എത്തിയിട്ടില്ല. ഇത് റിഹേഴ്സൽ മാത്രമാണ്. കാരണം മഞ്ഞ് കയറണമെങ്കിൽ ഇനിയും പോകാനുണ്ട്. ഓക്കെ, മഞ്ഞ് അപ്പം നാളെ അടുത്ത വ്ളോഗിട്ടാൻ വരാം. അപ്പോൾ ഈ വ്ളോഗിൽ തൽക്കാൻ നിങ്ങൾ മഞ്ഞില്ലാത്ത സ്ഥലങ്ങൾ കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. ഓക്കെ, കുറച്ച് കിട്ടില്ല സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. മഞ്ഞ് കണ്ടില്ല, പ്രകൃതിയുടെ കളികളല്ലേ, എന്നാ പറയാനാ. താഴെ കണ്ടില്ലേ എന്നൊക്കെ, താഴെ വണ്ടി പോകുന്നു അവിടെ ഇങ്ങനെ എന്താല്ലേ, അടിപൊളി. ഒന്നും പറയാനില്ല. ഇപ്പോൾ വണ്ടിയൊന്നും അധികം പോകണില്ല. കാരണം ഇനി ഞങ്ങൾ നാളെ സ്നോ പോയിൻ്റ് പോകും. കാരണം മഞ്ഞ് വരുന്ന സ്ഥലത്തേക്ക് പോകും. ഇതൊക്കെ മെനക്ക മഞ്ഞാണ്. ഓക്കെ, ഒക്കെ മഞ്ഞ ഉണ്ടോ. മറ്റേ വെട്ടപ്പളിയാനുണ്ട് അവിടെ നിന്ന് എന്തൊക്കെ കാണിക്കും. ഷാറൂഖ് ഖാനെന്ന് വിചാരം. പക്ഷെ ഒരു കാര്യമില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. കുട്ടാപ്പി ഉണ്ട് അവിടെ. കുട്ടാപ്പി ഫോൺ എന്തൊക്കെ ചെയ്യാട്ടോ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടിലം ഫുഡ് ചെയ്യുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാനെല്ലാം ട്രൈ ചെയ്തു. പക്ഷേ ഇവിടെ ഇവർ ഫുഡുണ്ട്, ഇവിടെ കിടിലം ഫുഡ്. പിന്നെ ഈ മാഗി എന്ന് പറഞ്ഞത് ഈ നോർത്ത് ഇന്ത്യൻസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്. എനിക്ക് ഇവിടെ നമുക്ക് മനസ്സിലായി ഉണ്ടോ. പിന്നെ ഇവിടുത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ പറക്കുകയാണ്, ഒരു വീടില്ല. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകൾ കണ്ട് അതിങ്ങനെ നിങ്ങൾക്ക് എത്തിക്കാനും സാധിച്ചു എന്നതാണ് വലിയ സന്തോഷം. വണ്ടിക്ക് താഴെ കൂടിയും പോകുന്നുണ്ട്, മേലക്കൂടിയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇതേപോലത്തെ കിടിലൻ സ്പോട്ട് വരുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കുന്നതാണ്. അതുവരെ ഞാൻ കുറച്ച് കാഴ്ച കാണണ്ടേ, നിങ്ങൾ കുറച്ച് കണ്ടാൽ മതി. കാരണം ബാക്കി ഞാൻ കാണണ്ടേ, ഞാൻ കണ്ടാലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത സ്പോട്ട് പോയിട്ട് ഞാൻ വരാം. അപ്പോൾ ഈ തൽക്കാലം നിങ്ങൾ ഈ സ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ വരാം മക്കളെ. കണ്ടോളിങ്ങളി എടാ സാലി, കുട്ടമ്പത്തെ, എടാ ബെങ്കോ, എല്ലാവരും നിങ്ങൾ അവിടെ ഇരുന്നോളി. ഞങ്ങൾ മൂന്നാറൊന്നല്ല ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുള്ളത് ഇപ്പോൾ മനാലി കേട്ടോ, ഹിമാചൽ പ്രദേശ്, തൊട്ടപ്പുറത്ത് ജമ്മു ആൻഡ് കാശ്മീരാണ്. എത്ര സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് അവിടെ എത്തി. കാരണം പറഞ്ഞു വെച്ചാൽ നമ്മൾ എവിടെ പോയാലും പറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിലും പറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ പിന്നെ അതിന് വലിയ ഉടായ്പായതുകൊണ്ട് നമ്മളതിൽ പെടുന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കെല്ലാം അറിയാമല്ലോ അല്ലേ, അങ്ങനെയാണല്ലോ. പറ്റിക്കുന്നവരെ പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം അതങ്ങനെ അതിനെ പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എവിടെ എന്ത് സാധനം ഭയങ്കര ശ്രദ്ധിക്കുക. ഇവർ നമ്മളെ കൈക്കുള്ള പൈസ മാക്സിമം ഊറ്റാൻ നോക്കുന്നത്, മാക്സിമം. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് നമ്മളും പറയും എന്ത് വാങ്ങിയാലും 50-50 തരാണെങ്കിൽ ഓക്കെ, റാഹത്താണ്. അപ്പം ഇനി ഇതേപോലത്തെ കില്ലിന് സ്പോട്ടിട്ടേ വരാം. ഓക്കെ, നമ്മൾ ചലിച്ചുകൊണ്ട് നമ്മൾ വെറുപ്പിക്കണില്ല. അപ്പോൾ ഞാൻ സ്പോട്ട് ഇട്ട് വരാം. അത് സ്പോട്ട് ഇട്ടേക്കട്ടെ. ബൈ. ഹലോ ഗായ്സ്, എടാ കുട്ടമത്തെ, സാലി, ജാസി, കാശി, ഡൽഹി, ആദ്യ നോക്കണം കിട്ടി. ഞങ്ങൾ എവിടെല്ലാം അറിയോ, ഞങ്ങൾ മനാലി കേട്ടോ. എല്ലാവരും മൂന്നാറ് കേട്ടോ. കേട്ടോ മുകളെ കണ്ട മഞ്ഞ്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകാൻ നിൽക്കാം. ഓക്കെ, ബൈ. അപ്പൊ ഞങ്ങള് വന്ന് അപ്പൊ ഒന്ന് കുറച്ചു നേരം കെടുന്ന്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണം എല്ലാവർക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിച്ചു. കാരണം കുഴപ്പമില്ല, നമ്മള് ഫുഡ് കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ പോകും. ഓക്കെ, ഫുഡ് നമ്മൾ കഴിക്കും. ഓക്കെ, എന്റെ പടം ഡൽഹി ശശി, ശശി ശശി കുട്ടാ. ഫുഡ് നമ്മുടെ ഫുഡ് എന്താ ബാങ്ക്, പരിപ്പ് കറി, പനീർ കറി, പായസം,
നീ ലോക്ക് ചെയ്ത് പോണോ ലോക്ക് ചെയ്തില്ല എന്നാല് ഗൈസ് ലോക്ക് ചെയ്യാതെ ഇവിടെ വന്നിരിക്കുമല്ലോ ലോക്ക് ചെയ്യണം അതെന്തെങ്കിലും പോയാലോ എന്നെ ലോക്ക് ചെയ്യൂലേ ലോക്ക് ചെയ്യാതെ വന്നിട്ട് അടിയായി ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിനുള്ളിലാണ് ബായ് വരുന്നുണ്ട് ബായ് ചോറ് കഴിഞ്ഞ് ചോറ് കഴിഞ്ഞ് നിറച്ച് ബായ് ചോറ് നിറച്ച് ബായ് സൂപ്പർ ആക്കാം ബായ് ഓക്കെ അപ്പോൾ ആ ചോറ് ഇറക്കുമ്പോൾ നമുക്ക് പോയിട്ട് കൈ കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം പോക ഞാൻ കയ്യെ കാണും മണാലിയിലെ രാത്രി ഫുഡ് മണാലി രാത്രി ഫുഡാണ് മണാലിയിലെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി സൂരജ് പാലക്കാടല്ല സൂരജ് എന്നാ പറഞ്ഞത് എന്നാ പറയണം ഫുഡ് കഴിക്കാൻ പോവാണ് സൂരജ് അപ്പൊ സൂരജ് മാത്രമല്ല ശ്രീകുട്ടനുണ്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ രാത്രി ഫുഡാണ് ദാൽ കറിയും ചോറും നെയ്ച്ചോറും ദാൽ കറിയും നമ്മൾ കഴിക്കാൻ പോകുന്ന മുമ്പ് കുറച്ചും കൂടെ സാധനം കളക്ട് ചെയ്യാം ഫോൺ ഡിലീറ്റ് ആക്കൂലേ അപ്പൊ വാട്സപ്പിലൊക്കെ ഡിലീറ്റ് ആക്കി പോകണപ്പോ ഞാൻ ഡിലീറ്റ് ആക്കും നീ ഡിലീറ്റ് ആക്കി എന്റെ വാട്സപ്പ് പറഞ്ഞത് എന്റെ അക്കൗണ്ടിൽ ഉണ്ട് എന്റെ വേറെ സാധനം നീ ഡിലീറ്റ് ആക്കി വാട്സപ്പിൽ എന്റെ അക്കൗണ്ടിൽ പോവാ ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലെ ഡിലീറ്റ് ആക്കുമ്പോ അതോർക്കൊണ്ട് പോകും അതല്ല ഞാൻ ഇന്ത്യയിൽ ഓണാക്കിട്ട് പോകില്ല നീ ഡിലീറ്റ് ആക്കുമ്പോ ഫുള്ളായിട്ട് പോവാ അങ്ങനെ മറ്റേ ഒന്നും കിട്ടിയിട്ടില്ല ഫുഡ് കിട്ടില്ല ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട എന്തൊരു കുളിക്കുക കണ്ടില്ലേ വണ്ടർഫുൾ ഉള്ളി കണ്ടോ ഉള്ളി കുട്ടമത്തെ സാരി നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി നിങ്ങളൊക്കെ അവിടെ ബ്രെഡും ജാമും തേച്ച് ഇരുന്നോളി ഞങ്ങൾ കണ്ടില്ലേ ബാക്കി ഏതു കൈപ്പാസ് ഏതു സൂപ്പർ ഫുഡ് ഒന്നും പറയാനില്ല അങ്ങനെ ഫുഡ് ഹോട്ടലിനെ കുറിച്ച് റിവ്യൂ അറിയോ സൂപ്പർ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ പായസമാണോ പായസം പിന്നെ നിന്റെ റിവ്യൂ പറ ഹലോ ഗൈസ് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഇനി നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് രാവിലെ 8 മണിക്ക് സ്നോ കാണാൻ പോകുന്നത് ഓക്കെ ബൈ ലെറ്റ്സ് ഗോ ഗുഡ് നൈറ്റ് ടാറ്റ ബൈ ബൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യട്ടോ